അമേരിക്ക ഇറാനെതിരെ ആരംഭിച്ച യുദ്ധം മാസങ്ങൾ പിന്നിട്ടിരിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ അമേരിക്കയുടെ സൈനിക ശക്തിക്ക് മുന്നിൽ ഇറാന് അധികനാൾ പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്നൊക്കെയായിരുന്നു പലരുടെയും വിലയിരുത്തൽ. പക്ഷേ ഇന്ന് ചിത്രം മറ്റൊന്നാണ്. അമേരിക്ക യുദ്ധം അവസാനിപ്പിക്കാൻ പോകുന്നു എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പുതിയ വാർത്ത. WION ന്യൂസ് ആണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതായത് ഇറാനെ കീഴടക്കുന്നത് അത്ര എളുപ്പമല്ലെന്ന് ഈ യുദ്ധം തെളിയിച്ചിരിക്കുകയാണ്. അമേരിക്കയ്ക്കും അത് ബോധ്യമായി കഴിഞ്ഞു. യുദ്ധം അവസാനിപ്പിക്കുന്നതിനെ കുറിച്ചുള്ള അമേരിക്കയിൽ തന്നെ വലിയ രീതിയിലുള്ള ചർച്ചകൾ ശക്തമാകുന്നു. ഇറാനെതിരെ സൈനിക സമ്മർദ്ദം ചെലുത്തിയിരുന്ന അമേരിക്ക ഇപ്പോൾ സാമ്പത്തിക ഉപരോധങ്ങളിലേക്കും ചർച്ചകളിലേക്കും കൂടുതൽ ശ്രദ്ധ തിരിക്കുകയാണ്. അതിനിടെ ലോകത്തിലെ ഏറ്റവും ശക്തമായ നാവികസേനകളിൽ ഒന്നായ അമേരിക്കൻ നാവികസേനയുടെ പ്രധാന യുദ്ധക്കപ്പലായ USS അബ്രഹാം ലിങ്കന്റെ ദീർഘകാല വിന്യാസവും വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ്. അമേരിക്കയുടെ യുദ്ധ ലക്ഷ്യങ്ങൾ എവിടെ എത്തി? 2026 ഫെബ്രുവരി 28-ന് അമേരിക്കയും ഇസ്രയേലും ഇറാനെതിരെ ആക്രമണം ആരംഭിച്ചതോടെയാണ് ഈ യുദ്ധത്തിന് തുടക്കമായത്. ഇറാന്റെ ആണവ പദ്ധതി, മിസൈൽ ശേഷി, പ്രാദേശിക സൈനിക ശൃംഖല എന്നിവയായിരുന്നു അമേരിക്ക മുന്നോട്ട് വെച്ച പ്രധാന ആശങ്കകൾ. പക്ഷേ ഇറാൻ കീഴടങ്ങിയില്ല. അമേരിക്കൻ ആക്രമണങ്ങൾക്ക് മറുപടിയായി ഇറാൻ ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് തിരിച്ചടിച്ചു. ഇതോടെ യുദ്ധം ഒരു ഏകപക്ഷീയമായ ആക്രമണമല്ലാതായി. അമേരിക്ക ആക്രമിക്കുന്നു, ഇറാൻ തിരിച്ചടിക്കുന്നു. ഈ തിരിച്ചടിയുടെ ഏറ്റവും വലിയ തന്ത്രപ്രധാന മേഖലകളിൽ ഒന്നായി മാറിയത് ഹോർമൂസ് കടലിടുക്കാണ്. ലോകത്തിലെ കടൽ മാർഗമുള്ള എണ്ണ വ്യാപാരത്തിന്റെ ഏകദേശം 1/5 കടന്നു പോകുന്ന ഈ കടലിടുക്ക് ഇന്ന് ആഗോള സമ്പദ് വ്യവസ്ഥയുടെ തന്നെ നാഡിയായി മാറിയിരിക്കുകയാണ്. ഇറാന്റെ തന്ത്രം എന്താണ്? ഇറാന്റെ സമീപനം വളരെ വ്യക്തമാണ്. അമേരിക്കയ്ക്ക് വൻ സൈനിക ശക്തി ഉണ്ടെന്ന് ഇറാനും അറിയാം. പക്ഷേ അമേരിക്കയ്ക്ക് ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെയുള്ള യുദ്ധമേഖലയിൽ ദീർഘകാലം വലിയ സൈനിക സാന്നിധ്യം നിലനിർത്തേണ്ടി വരുന്നത് തന്നെ ഒരു ദുർബലമാണെന്ന് ഇറാൻ കണക്കാക്കുന്നു. അതുകൊണ്ട് തന്നെ ഇറാൻ നേരിട്ട് അമേരിക്കയുടെ പ്രധാന സൈനിക കേന്ദ്രങ്ങളെയും മേഖലയിലെ അമേരിക്കൻ സാന്നിധ്യത്തെയും സമ്മർദ്ദത്തിലാക്കാൻ ശ്രമിക്കുകയാണ്. ബഹ്റൈനിലെ അമേരിക്കൻ നാവികസേനാ സൗകര്യങ്ങൾക്കെതിരായ ഇറാന്റെ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ അമേരിക്കൻ സൈനികരുടെ വിതരണ ശൃംഖലയെ ബാധിച്ചുവെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. ഇതൊരു ചെറിയ കാര്യമല്ല. കാരണം യുദ്ധത്തിൽ ഒരു ആയുധം നശിപ്പിക്കുന്നതിനേക്കാൾ പ്രധാനമാണ് ശത്രുവിന്റെ സൈനിക വിതരണ ശൃംഖല തകർക്കുക എന്നത്. അതാണ് ഇറാൻ ലക്ഷ്യമിടുന്നതെന്ന് വിലയിരുത്തലുകൾ വരുന്നുണ്ട്. USS അബ്രഹാം ലിങ്കൺ അമേരിക്കയുടെ അത്യാധുനിക വിമാനവാഹിനി കപ്പലുകളിൽ ഒന്നാണിത്. മാസങ്ങളായി മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ സൈനിക പ്രവർത്തനങ്ങളിൽ ഈ കപ്പൽ പ്രധാന പങ്ക് വഹിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ 9 മാസത്തോളം നീണ്ട വിന്യാസത്തിന് ശേഷം അബ്രഹാം ലിങ്കൺ മടങ്ങുകയാണ്. അതിന്റെ സ്ഥാനത്തേക്ക് USS ജോർജ് വാഷിംഗ്ടൺ എത്തുന്നതായും റിപ്പോർട്ടുകളുണ്ട്. അമേരിക്കൻ വിമാനവാഹിനിക്ക് സാധാരണയേക്കാൾ വളരെ ദീർഘമായ വിന്യാസം നേരിടേണ്ടി വന്നു. അതിനിടെ കപ്പലിലെ സൈനികരുടെ ജീവിത സാഹചര്യങ്ങളെ കുറിച്ചും ചോദ്യങ്ങൾ ഉയർന്നു. ദീർഘകാല വിന്യാസം, വിതരണ പ്രശ്നങ്ങൾ, ജീവനക്കാരുടെ ക്ഷീണം തുടങ്ങിയ വിഷയങ്ങളിൽ അമേരിക്കയ്ക്കുള്ളിൽ തന്നെ വിമർശനം ശക്തമായി. അമേരിക്കൻ കോൺഗ്രസിലെ ചില ഡെമോക്രാറ്റിക് അംഗങ്ങൾ അബ്രഹാം ലിങ്കന്റെ പ്രവർത്തന സാഹചര്യങ്ങളെ കുറിച്ച് അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. ട്രംപിന്റെ നിലപാടിന്റെ മാറ്റം അത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. യുദ്ധത്തിന്റെ തുടക്കത്തിൽ ട്രംപിന്റെ ഭാഷ വളരെ കടുത്തതായിരുന്നു. ഇറാനെ കീഴടക്കുമെന്നും വലിയ സൈനിക ശക്തി ഉപയോഗിക്കുമെന്നും അമേരിക്ക വ്യക്തമാക്കിയിരുന്നു. പക്ഷേ ഇപ്പോൾ മാസങ്ങൾ പിന്നിട്ടപ്പോൾ സ്ഥിതി മാറുകയാണ്. ട്രംപ് യുദ്ധം അവസാനിപ്പിക്കാനുള്ള വഴികളെ കുറിച്ച് സംസാരിക്കുന്നു. ചർച്ചകൾ നടക്കുന്നു. ഹോർമൂസ് കടലിടുക്ക് തുറക്കുന്നതിനെ കുറിച്ചും ചർച്ചകൾ നടക്കുന്നുണ്ട്. എന്നാൽ ഇതുവരെ സ്ഥിരമായൊരു സമാധാന കരാർ ഉണ്ടായിട്ടില്ല. 60 ദിവസത്തെ ചർച്ചാ സമയപരിധി അവസാനിച്ചിട്ടും അമേരിക്കയും ഇറാനും തമ്മിൽ അന്തിമ ധാരണയിൽ എത്തിയിട്ടില്ലെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ പറയുന്നത്. അതായത് യുദ്ധം അവസാനിച്ചിട്ടില്ല, പക്ഷേ അമേരിക്കയുടെ തന്ത്രം മാറുന്നു എന്ന സൂചനകൾ ശക്തമാണ്. എന്തുകൊണ്ടാണ് അമേരിക്ക ഇപ്പോൾ സാമ്പത്തിക സമ്മർദ്ദത്തിലേക്ക് മാറുന്നത്? കാരണം സൈനിക യുദ്ധം ചെലവേറിയതാണ്. യുദ്ധക്കപ്പൽ, വിമാനങ്ങൾ, മിസൈലുകൾ, ആയിരക്കണക്കിന് സൈനികർ, ഇതെല്ലാം നിലനിർത്താൻ കോടിക്കണക്കിന് ഡോളർ ആവശ്യമാണ്. അമേരിക്കൻ സൈന്യം ഇറാനെതിരായ യുദ്ധത്തിൽ ദീർഘദൂര കൃത്യാക്രമണ മിസൈലുകളുടെ വലിയൊരു ഭാഗം ഉപയോഗിച്ചുവെന്ന റിപ്പോർട്ടുകളും നേരത്തെ പുറത്തു വന്നിരുന്നു. അതിനാൽ ഇപ്പോൾ അമേരിക്ക മറ്റൊരു ആയുധമാണ് ഉപയോഗിക്കുന്നത്: സാമ്പത്തിക ഉപരോധം. ഇറാന്റെ എണ്ണ വരുമാനം തടയുക, രാജ്യത്തിന്റെ സാമ്പത്തിക സംവിധാനത്തെ സമ്മർദ്ദത്തിലാക്കുക, അങ്ങനെ ഇറാനെ ചർച്ചാ മേശയിലേക്ക് കൊണ്ടുവരിക.
ട്രംപ് ഭരണകൂടം ഇപ്പോൾ പരമാവധി സാമ്പത്തിക സമ്മർദ്ദം എന്ന തന്ത്രത്തിലേക്ക് കൂടുതൽ ശ്രദ്ധ തിരിക്കുന്നതായി പുതിയ റിപ്പോർട്ടുകൾ പറയുന്നു. പക്ഷേ ഇറാൻ കീഴടങ്ങുമോ? ഇതാണ് ഏറ്റവും വലിയ ചോദ്യം. ഇറാൻ ഇപ്പോഴും അമേരിക്കൻ സമ്മർദ്ദത്തെ എതിർക്കുകയാണ്. അമേരിക്കയുടെ പുതിയ ഭീഷണികൾക്ക് മറുപടി നൽകുമ്പോൾ ഇറാന് തിരിച്ചടി ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതേസമയം ഇറാനിലെ രാഷ്ട്രീയ നേതൃത്വത്തിനുള്ളിലും ഒരു ചർച്ച നടക്കുന്നുണ്ട്. യുദ്ധം എത്ര കാലം തുടരണം? സാമ്പത്തിക പ്രതിസന്ധി എത്രത്തോളം സഹിക്കാനാകും? ചർച്ചയിലൂടെ പരിഹാരം തേടണോ അതോ സൈനിക പ്രതിരോധം തുടരണമോ? ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ പോലും യുദ്ധം അവസാനിപ്പിക്കുന്നത് ശക്തമായ നിലപാടിൽ നിന്ന് ആയിരിക്കണമെന്നാണ് പറയുന്നത്. അതിനർത്ഥം കീഴടങ്ങലല്ല. ചർച്ച ചെയ്യാം, പക്ഷേ സമ്മർദ്ദത്തിന് മുന്നിൽ ഒരിക്കലും കീഴടങ്ങില്ല എന്ന നിലപാടിലാണ് ഇറാൻ ഉറച്ചു നിൽക്കുന്നത്. ഹോർമൂസിലേക്ക് വരികയാണെങ്കിൽ ഇറാന്റെ ഏറ്റവും വലിയ സമ്മർദ്ദ ആയുധമാണ് ഹോർമൂസ്. അമേരിക്ക ലോകത്തിലെ ഏറ്റവും ശക്തമായ നാവികസേനയുമായി ഈ മേഖലയിൽ എത്തിയിരിക്കുകയാണ്. പക്ഷേ കടലിടുക്കിന്റെ ഭൂമിശാസ്ത്രം ഇറാനെ സഹായിക്കുന്നതാണ്. ഇറാൻ തീരപ്രദേശത്ത് നിന്ന് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് വലിയ കടൽ മേഖലയെ ഭീഷണിപ്പെടുത്താൻ കഴിയും. അതുകൊണ്ടാണ് ലോകത്തിന്റെ എണ്ണ വിപണി പോലും ഈ യുദ്ധത്തെ ഭയപ്പെടുന്നത്. ഹോർമൂസിലൂടെ കടന്നു പോകുന്ന കപ്പലുകളുടെ എണ്ണം വൻതോതിൽ കുറഞ്ഞിട്ടുണ്ട്. അത് എണ്ണവിലയിലും പ്രതിഫലിക്കുന്നുണ്ട്. ഓഗസ്റ്റ് 21 ബ്രന്റ് ക്രൂഡ് വില ഏകദേശം $94 തുടർച്ചയായ 6ാം ദിവസവും എണ്ണവില ഉയർന്നതായി റിപ്പോർട്ടുണ്ട്. അതിനാൽ ഇറാനെതിരായ യുദ്ധം ഇനി ഇറാനും അമേരിക്കയും തമ്മിലുള്ള മാത്രം വിഷയമല്ല, ഇത് ലോക സമ്പദ് വ്യവസ്ഥയെ ബാധിക്കുന്ന വിഷയമാണ്. ഇതിനിടയിൽ ട്രംപ് ഹോർമൂസിനെ കുറിച്ച് നടത്തിയ മറ്റൊരു പ്രസ്താവനയും വലിയ വിവാദമായി. ഹോർമൂസിനെ അമേരിക്കൻ പ്രദേശം എന്ന രീതിയിൽ വിശേഷിപ്പിച്ച ട്രംപിന്റെ പ്രസ്താവന ഇറാൻ ശക്തമായി വിമർശിച്ചു. ഒരു രാജ്യത്തിന്റെയും പരമാധികാരത്തിന് കീഴിലല്ലാത്ത അന്താരാഷ്ട്ര കടൽ മാർഗത്തെ അമേരിക്കൻ പ്രദേശം എന്ന രീതിയിൽ അവതരിപ്പിക്കുന്നത് വലിയ ഭൗമരാഷ്ട്രീയ പ്രശ്നമാണ്. ഇറാന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണവും അതുകൊണ്ട് തന്നെ കടുത്തതായിരുന്നു. ഇറാൻ അതിശക്തമായ രാജ്യമാണെന്നത് അമേരിക്കയ്ക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞു. വലിയ മിസൈൽ ശേഖരം, ഡ്രോൺ ശേഷി, പ്രാദേശിക സഖ്യ ശൃംഖല, ഹോർമൂസിന്റെ ഭൂമിശാസ്ത്രപരമായ നേട്ടം, അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളെ ദൂരത്തിൽ നിന്ന് ആക്രമിക്കാനുള്ള ശേഷി, ഇവയെല്ലാം ഇറാന്റെ കൈവശമുണ്ട്. അതുകൊണ്ടാണ് അമേരിക്കയ്ക്ക് വളരെ വേഗത്തിൽ ഈ യുദ്ധം അവസാനിപ്പിക്കാൻ കഴിയാത്തത്. ഇനി എന്ത് സംഭവിക്കും? ഇപ്പോൾ 3 സാധ്യതകളാണ് മുന്നിലുള്ളത്. ഒന്നാമത്, അമേരിക്കയും ഇറാനും വീണ്ടും ചർച്ചയിലേക്ക് മടങ്ങി ഹോർമൂസ് തുറക്കാനുള്ള ധാരണയിലെത്താം. രണ്ടാമത്, ചർച്ചകൾ പരാജയപ്പെട്ടാൽ അമേരിക്ക സാമ്പത്തിക സമ്മർദ്ദം കൂടുതൽ ശക്തമാക്കാം. മൂന്നാമത്, വീണ്ടും വലിയ സൈനിക ഏറ്റുമുട്ടലിലേക്ക് സ്ഥിതി നീങ്ങാം. ഇവയിൽ മൂന്നാമത്തേതാണ് ലോകം ഏറ്റവും ഭയപ്പെടുന്നത്. കാരണം ഒരു പുതിയ വലിയ ആക്രമണം നടന്നാൽ ഹോർമൂസ് കൂടുതൽ അപകടകരമാകും. എണ്ണവില ഉയരും, കടൽ വ്യാപാരം തകരും, മിഡിൽ ഈസ്റ്റിലെ മറ്റ് രാജ്യങ്ങളും യുദ്ധത്തിലേക്ക് വലിച്ചിഴക്കപ്പെടാനുള്ള സാധ്യത വർദ്ധിക്കും. ഒരു രാജ്യത്തിന്റെ മേൽ മറ്റൊരു രാജ്യം സൈനിക ശക്തി ഉപയോഗിച്ച് സ്വന്തം നിബന്ധനകൾ അടിച്ചേൽപ്പിക്കരുത്. ഇറാൻ ആക്രമണങ്ങൾക്ക് തിരിച്ചടി നൽകുന്നതിനെ അതിന്റെ പരമാധികാര സംരക്ഷണമായി കാണുന്നു. അമേരിക്ക മറുവശത്ത് ദേശീയ സുരക്ഷയും ആണവ ഭീഷണിയും ചൂണ്ടിക്കാണിക്കുന്നു. പക്ഷെ ഒരു കാര്യം ഇപ്പോൾ വ്യക്തമാണ്, ഇറാനെ കീഴടക്കാൻ അത്ര എളുപ്പമല്ലെന്ന് ഈ യുദ്ധം തെളിയിച്ചു കഴിഞ്ഞു. അമേരിക്കയ്ക്കും അത് ബോധ്യമായിരിക്കുകയാണ്. ഇന്ന് അമേരിക്ക ചർച്ചയെക്കുറിച്ച് സംസാരിക്കുന്നു, സാമ്പത്തിക സമ്മർദ്ദത്തെക്കുറിച്ച് സംസാരിക്കുന്നു, സൈനിക വിന്യാസങ്ങൾ മാറ്റുന്നു. അതിനിടെ ഇറാൻ പറയുന്നത് സമ്മർദ്ദത്തിന് മുന്നിൽ കീഴടങ്ങില്ല എന്നു തന്നെയാണ്.